അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ പുറത്തു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില വ്യക്തതകൾ വരുത്തേണ്ടതായി ഉണ്ട് എന്നാണ് നിരവധിയായ മാധ്യമങ്ങൾ 2 ദിവസം മുമ്പ് തന്നെ പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പുകൾ ഇപ്പോഴും വരികയാണ്. വ്ളാഡിമിർ പുടിൻ്റെ അപരനാണ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചതെന്നും ഡൊണാൾഡ് ട്രംപുമായി ഹസ്തദാനം കൊടുക്കുമ്പോൾ ഉൾപ്പെടെ വ്ളാഡിമിർ പുടിൻ്റെ ബോഡി ലാംഗ്വേജ് ആയിരുന്നില്ല ആ വ്യക്തിയിൽ കണ്ടത്. അതായത് പുടിൻ ആയിരിക്കണമെന്ന് ഉറപ്പില്ല, അതേ രീതിയിലുള്ള രൂപസാദൃശ്യമുള്ള മറ്റൊരു വ്യക്തിയുമായാണ് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് വിശദീകരണം വരുന്നുണ്ട്. നമുക്കറിയാം, അലാസ്ക US ഭാഗമാണ്. റഷ്യൻ ഫെഡറേഷന് കൈവശമുണ്ടായിരുന്ന, അല്ലെങ്കിൽ സോവിയറ്റ് റഷ്യയുടെ കൈവശമുണ്ടായിരുന്ന ഒരു ഭൂമി. ആ ഭൂമി 150 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്ക സ്വന്തമാക്കിയത് തുച്ഛമായ, ഇന്ന് അത് കമ്പയർ ചെയ്യുമ്പോൾ തുച്ഛമായ വില കൊടുത്തുകൊണ്ടാണ് അമേരിക്ക അത് വാങ്ങിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എടുത്തു പറയേണ്ടത് ഡൊണാൾഡ് ട്രംപിന്റെ നിബന്ധനകളാണ്. എന്തുകൊണ്ടാണ് വ്യാപാര യുദ്ധം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നത്? റഷ്യയുമായുള്ള ഉപരോധം അമേരിക്ക തുടരുന്നത് എന്തിൻ്റെ പേരിലാണ്? ഉക്രൈനുമായുള്ള പോരാട്ടത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഉക്രൈൻ പ്രസിഡന്റുമായി ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിക്കണമെന്ന ആവശ്യം വരെ ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടുകൾ വന്നത്. ഇവിടെയാണ് പുടിൻ അതിൻ്റെ 2ാം ഘട്ട ചർച്ച എന്ന രീതിയിൽ മോസ്കോയിലേക്ക് ഡൊണാൾഡ് ട്രംപിനെ ക്ഷണിച്ചത് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പിന്നീട് ട്രംപ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നേരിട്ടുള്ള സംഭാഷണം, വൈറ്റ് ഹൗസിൽ വെച്ചുള്ള സംഭാഷണത്തിൽ പറഞ്ഞത്, പുടിനുമായി താൻ സംസാരിക്കവേ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടായിരിക്കുന്നു, ആശയവിനിമയം വളരെ വ്യക്തമായി നടക്കുന്നു, അതുകൊണ്ട് തന്നെ ഉക്രൈനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ തനിക്ക് നിർണായകമായ നീക്കം കൊണ്ടുവരാൻ കഴിയും. നമുക്കറിയാം, വ്ളാഡിമിർ സെലൻസ്കിയെ അപമാനിച്ചു വിട്ട സാഹചര്യം, ഡൊണാൾഡ് ട്രംപിൻ്റെ ശരീരഭാഷ, അതൊന്നും ആയിരുന്നില്ല ഇത്തവണത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ വ്ളാഡിമിർ സെലൻസ്കിയെ വളരെ ഹൃദയപൂർവ്വം സ്വീകരിച്ചിരുത്തുകയും അദ്ദേഹത്തിനോട് ബഹുമാന പുരസ്സരം സംസാരിക്കുകയും ചെയ്യുന്ന മറ്റൊരു ബോഡി ലാംഗ്വേജാണ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും കണ്ടതും. അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും, പ്രധാനപ്പെട്ട US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിക്കോട്ടെ, മറ്റ് പ്രമുഖരിൽ നിന്നും ഉണ്ടായിട്ടിരിക്കുന്നത്. ഇവിടെയാണ് 2 പ്രധാന കാര്യങ്ങൾ ചർച്ചയാകുന്നത്. ഉക്രൈനുമായുള്ള കാര്യത്തിൽ ട്രംപിന് അങ്ങനെ റഷ്യയിൽ നിന്നും ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല. റഷ്യയോടുള്ള അമേരിക്കയുടെ മനോഭാവം മാറാനും പോകുന്നില്ല. റഷ്യയെ ഒരു ശത്രു രാജ്യമായി തന്നെയാണ് അമേരിക്ക ഇന്നെന്നല്ല കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ കാലമായി അങ്ങനെ തന്നെയാണ്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് എങ്ങനെയാണ് അമേരിക്ക നെടുനായകത്വം വഹിച്ചത് നമുക്കറിയാം. പക്ഷേ ബെലാറസ് പോലുള്ള രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് യൂറോപ്യൻ യൂണിയനെ വട്ടം കറക്കാനും വ്ളാഡിമിർ പുടിൻ എന്ന ഒറ്റയാൻ വിചാരിച്ചാൽ നേടിയെടുക്കാൻ കഴിയുന്നത് തന്നെയെന്ന് വ്യക്തമാക്കി കൊടുക്കലായിരുന്നു ട്രംപിനോട് ചെയ്തത്. ട്രംപ് ഇപ്പോൾ ഒരു കോമാളിയായിരിക്കുകയാണ്. സെലൻസ്കിയുടെ മുമ്പിൽ മാത്രമല്ല, പുടിൻ്റെ മുമ്പിൽ മാത്രമല്ല, യൂറോപ്യൻ യൂണിയന്റെ മുമ്പിൽ മാത്രമല്ല, ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ട്രംപ് ഒരു കോമാളിയായിരിക്കുകയാണ്.